കുറച്ച് വൈകിപ്പോയി. ഇപ്പൊ ഇൻഷാ അല്ലാഹ് പ്രൈവറ്റ് ക്ലാസ് റൂമിൽ തുറന്നു. അതുള്ള തോട്ടക്കാടും അമീർക്കയും ഒക്കെ ഇടപെട്ടിട്ട് ഇപ്പൊ ഇൻഷാ അല്ലാഹ് ആ ചെറിയൊരു പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പരിഹാരം വിജയകരമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് സൗണ്ട് ക്ലിയർ ആണ് എന്ന എല്ലാവരും ഐക്യകണ്ഠേന പാസ്സാക്കിയിരിക്കുന്നത് ഒക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നത്തെ വിഷയം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് എന്റെ പ്രിയങ്കരനായ നമ്മുടെ ക്ലാസ് റൂമിന്റെ നമ്മുടെ ലീഡർ ഉസ്മാൻ ഇടത്തിൽ, നമ്മുടെ പ്രിയങ്കരനായ മുസ്ലിം സാഹിബ്, അദ്ദേഹം സ്വാഗതം ചെയ്യപ്പെട്ട് അദ്ദേഹത്താൽ സ്വാഗതം ചെയ്യപ്പെട്ട് ക്ലാസ്സിലേക്ക് വരുന്നതിൽ വലിയ സന്തോഷം വേർത്തുന്നുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഞാൻ മുഖവിരകളില്ലാതെ വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മുടെ ഇന്നത്തെ വിഷയം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട മുസ്ലിം സാഹിബ് സൂചിപ്പിച്ച പോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ അവതരണ വസന്തമാണ്, അവതരണ കാലമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഈ റമദാനിൽ നമ്മുടെ ബാബുർ റയ്യാൻ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ വിഭിന്ന മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്ന വിജ്ഞാന വിരുന്നുകളാണ് നമുക്ക് ബാബുർ റയ്യാനിൽ എന്നും ഒരുക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിജ്ഞാന വിരുന്ന് എന്നൊന്നും പറയാനാകുന്നില്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഒന്നും ചെറുതല്ലല്ലോ. അപ്പൊ നേരത്തെ ഇവിടെ ടൈറ്റിൽ ബാറിൽ കാണിക്കുന്നത് പോലെ അല്ലെ അജാസുൽ അദദി ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സംഖ്യാ സംബന്ധമായി അതിലെ ഗണിത സംബന്ധമായിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ചില വിസ്മയങ്ങൾ, അത് പണ്ഡിതന്മാരിൽ ചിലർക്കെങ്കിലും വളരെ കൗതുകകരവും വളരെ വിജ്ഞാനപ്രദവുമായ ഗവേഷണങ്ങൾക്ക് വിഷയീഭവിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലെ ഇജാസുൽ അദദി. അത് വലിയൊരു വിഷയമാണ്. ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് നമുക്കതിന്റെ സമഗ്രതയുള്ള വിഷയത്തെ സമീപിക്കുന്നതിന് നമുക്ക് ഒരുപാട് പ്രായോഗികമായ തടസ്സങ്ങളുണ്ട്. എന്നാലും ലഭ്യമായ ഒരല്പസമയത്തിനകം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, അത് ഒരു മുഅ്ജിസത്താണ്. ഒരു മുഅ്ജിസത്താണ് എന്ന് മാത്രമല്ല, മുഅ്ജിസത്തുൻ ഖാലിദ, അത് നിലനിൽക്കുന്ന, എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന അനശ്വരമായ ഒരു മുഅ്ജിസത്താണ്. അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാർക്കും അവരവരുടെ കാലഘട്ടങ്ങളിലേക്ക് അവരെ നിയോഗിച്ചപ്പോ പല മുഅ്ജിസത്തുകൾ കൊടുത്തു. നമുക്കറിയാം, ആമുഖത്തിന് ആവശ്യമില്ലാത്തതും നമുക്കറിയാവുന്ന കാര്യമാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അനേകം മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനമാണ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തുൻ ഖാലിദയാണ് ഖുർആൻ. ആയാത്തുഹു വൽ മുഅ്ജിസാത്തു കസീറ, വിശുദ്ധ ഖുർആനിലെ മുഅ്ജിസാത്ത് ഒരുപാടുണ്ട്. പരിശുദ്ധമായ നമ്മുടെ ഖുർആൻ ഷരീഫ് അത് അല്ലാഹു തആല തന്നെ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തതാണ്. ഖുർആന്റെ ഇജാസ് പല രൂപത്തിലാണ്. ലുഗവിയായ ഇജാസ്, ഭാഷാപരമായ അതിന്റെ സാഹിത്യ മേന്മ കൊണ്ടും അതിന്റെ ആശയ സമ്പുഷ്ടത കൊണ്ടും അതിന്റെ അർത്ഥ സമൃദ്ധി കൊണ്ടും ഒക്കെയുള്ള ഇജാസ് ഖുർആന്റെ ഇജാസുകളാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ലോഹിയായ ഇജാസ്, അതുപോലെ ഖുർആന്റെ ഇൽമിയായ ഇജാസ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പ്രഖ്യാപിച്ച, വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞ പല കാര്യങ്ങളും പിൽക്കാലത്തെ ശാസ്ത്രം ശരിവെക്കുന്നത് ഇന്നും ലോകത്തിന് വിസ്മയകരമാണ്. അത് മറ്റൊരു ദീർഘവിഷയമാണ്. ഇജാസുൽ ഇൽമിയും ഇജാസുൽ ലുഗവിയും ഒക്കെ ഇജാസുകളായി നിലനിൽക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമാണ് ഇജാസുൽ അദദി, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചില സംഖ്യകൾ, ചില കണക്കുകൾ. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ചില വാക്കുകൾക്കിടയിൽ, ചില പദങ്ങൾക്കിടയിൽ നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്തത്ര, അത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ള ഒരുപാട് വസ്തുതകൾ നമുക്ക് വിശുദ്ധ ഖുർആനിനകത്ത് കാണാൻ കഴിയും. ഖുർആൻ വിസ്മയങ്ങളുടെ ഒരു ചെപ്പാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട വിസ്മയങ്ങളുടെ ഒരു ചെപ്പാണ് വിശുദ്ധ ഖുർആൻ. അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർക്ക് ആണ് അത് എടുത്ത് പൊന്തി വരാൻ പറ്റുക. ഖുർആനകത്തെ ചില പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച പോലെ ഒരു ബഹറാണ്. ആ ബഹറിനകത്ത് ഇറങ്ങുന്നവർക്ക് അവരുടെ സാമർഥ്യം അനുസരിച്ചുകൊണ്ട് ഗവാസിങ്ങൾക്ക് അതിനെ ഡൈവ് ചെയ്ത് ഈ ബഹറിന്റെ അടിയിലേക്ക്, അതിന്റെ ഡെപ്തിലേക്ക് ഊടിയിട്ട് പോകുന്നവർക്ക് അവരവരുടെ കഴിവും സാമർഥ്യവും അവരുടെ അഭിരുചിയും അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മുത്തുകളും വൈഡൂരങ്ങളും അതിന്റെ വിലപിടിപ്പുള്ള രത്നക്കല്ലുകളും ഒക്കെ ആയിട്ട് അതിൽ നിന്ന് പൊങ്ങി വരാൻ കഴിയുന്നുണ്ട്. ഇജാസുൽ അദദി അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ട, അതിലെ ഖുർആനിലെ സംഖ്യാ കൗതുകങ്ങൾ, ഗണിത കൗതുകങ്ങൾ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടവർക്ക് വളരെ വലിയ വിസ്മയത്തിന്റെ ചെപ്പുകളുമായിട്ട് പൊങ്ങി വരാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ ബാബ് റയ്യാൻ എപ്പിസോഡിൽ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഇഷ്യൂവിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആന്റെ ഇജാസ് വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു സൂറത്തുൽ ഇസ്രായിലെ 88-ാമത്തെ ആയത്തിൽ, ഖുൽ ലൈന ജിതമാഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂ ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിസ്ലി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ. നബിയെ അങ്ങ് പറയുക, ഇൻസും ജിന്നും മനുഷ്യവർഗവും ഭൂതവർഗവും അവരെല്ലാവരും കൂടി സംഘടിച്ചാൽ അലാ അൻ യഅതൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലെ ഒന്ന്, ശുദ്ധ ഖുർആന് സമാനമായി തത്തുല്യമായി ഒന്ന് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചാൽ ലാ യഅതൂന ബിമിസ്ലി, അവർക്കതിന് സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ, അവർ പരസ്പരം വളരെ വലിയ സഹായത്തിനും സഹകരണത്തിലുമാണെങ്കിൽ പോലും അവർക്കതിന് സാധ്യമല്ല എന്ന് ഖുർആൻ ഒരുപാട് വാക്കുകളിൽ അല്ലാഹു പറയുന്നു. സൂറത്തുൽ തൂറിലെ 36-ാമത്തെ ആയത്തിൽ പറയുന്നത്,
فليأتوا بحديث مثله إن كانوا صادقين. വിശുദ്ധ ഖുർആനെ കളവാക്കുന്നവരോട് അല്ലാഹുവിന്റെ വെല്ലുവിളി, അവർ സത്യമാണ് പറയുന്നതെങ്കിൽ നബി എന്ന് അവരോട് പറയുക, അവർ അതുപോലെ ഒന്ന് കൊണ്ടുവരട്ടെ. സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറിലെ 29 തൊട്ട് 34 വരെയുള്ള ആയത്തുകളിലും ഈ വെല്ലുവിളി മുഴങ്ങുകയാണ്. فذكر بما أنت بنعمة ربك بكاهن ولا مجنون أم يقولون شاعر نتربص به ريب المنون قل تربصوا فإني معكم من المتربصين എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയാ فأم يقولون تقوله بل لا يؤمنون فليأتوا بحديث مثله إن كانوا صادقين. അങ്ങനെയെങ്കിൽ എവിടുന്ന് കൊണ്ടുവരട്ടെ എന്നാണ് വിശുദ്ധ ഖുർആന്റെ ആ വെല്ലുവിളി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസ് 48, 49, 50 ആയത്തുകളിലും അല്ലാഹു തആല വ്യക്തമായിട്ട് പറയാം, അവരോട് കൊണ്ടുവരട്ടെ. فلما جاءهم الحق من عندنا قالوا لولا أوتي مثل ما أوتي موسى أفلم يكفروا بما أوتي موسى من قبل قالوا سحران تظاهرا وقالوا إنا بكل كافرون قل فأتوا بكتاب من عند الله وأهدى منهما أتبعه إن كنتم صادقين فإن لم يستجيبوا لك فاعلم أنما يتبعون أهواءهم ومن أضل ممن اتبع هواه بغير هدى من الله إن الله لا يهدي القوم الظالمين. സൂറത്ത് ഹൂദ് 13-14 വരെയുള്ള ആയത്തുകളിലും അല്ലാഹു ചോദിക്കുന്നത് അവർക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. സൂറത്തുൽ ബഖറ 23-24 ആയത്തുകൾ വളരെ വ്യക്തമായിട്ട് وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ അനേകം സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ, വ്യത്യസ്ത ശൈലിയിൽ, വ്യത്യസ്ത വാക്കുകളിലൂടെ അല്ലാഹു തആല വെല്ലുവിളി ആവർത്തിക്കുക. അപ്പോൾ ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ആ വെല്ലുവിളിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തത്തുല്യമായത് ഒന്ന്, തത്തുല്യമായൊരു ഖുർആനോ തത്തുല്യമായൊരു സൂറയോ തത്തുല്യമായൊരു വാചകമോ എങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിശുദ്ധ ഖുർആനിലെ ഗണിത കൗതുകങ്ങളിലേക്ക്, സംഖ്യാ കൗതുകങ്ങളിലേക്ക്, അതിന്റെ ചില വിസ്മയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ചെറുതായിട്ട് നമുക്കൊന്ന് കടന്നു പോകാം. ഇൻഷാ അല്ലാഹ് അതിന്റെ വളരെ ചെറിയ രൂപത്തിലുള്ള ചർച്ച മാത്രമേ നമുക്ക് നമ്മുടെ സമയവും സൗകര്യവും അനുവദിക്കുന്നുള്ളൂ. സൗണ്ട് ക്ലിയർ ആണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് ചെറിയ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ആദ്യമായിട്ട് പറയാം. വിശുദ്ധ ഖുർആൻ ഷരീഫിൽ ഉള്ള അവിടുന്ന് ഒരു പ്രത്യേക തർത്തീബൊന്നും ഞാനിപ്പോൾ എനിക്ക് തർത്തീബാക്കാൻ സമയവും സാഹചര്യവും കിട്ടിയിട്ടില്ല. വളരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കുക മാത്രം. മഹാന്മാർ പറയുന്നുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളുടെ ഫലമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ പെട്ടതാണ്. ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പോലും, അതിനകത്ത് വന്നിരിക്കുന്ന പല കാര്യങ്ങൾ, അതുപോലെ ചില ഓപ്പോസിറ്റുകൾ നമുക്ക് ഉദാഹരണ സഹിതം പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും. വഴിയെ നമുക്ക് ആ വിഷയത്തിലേക്ക് ഉദാഹരണ സഹിതം തന്നെ കടന്നു പോകാം. ചില വാക്കുകൾ ആ വാക്കുകൾക്ക് നേരെ അതിന്റെ ഓപ്പോസിറ്റായി, അതിന്റെ എന്താ പറയാ, അതിന്റെ വിപരീതപരമായി പറഞ്ഞിരിക്കുന്നത്, അതുപോലെ ചില മുത്തറാദിഫാത്ത്, ചില പര്യായപദങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ വെറുതെ അങ്ങ് വാരി വലിച്ചു പറഞ്ഞതല്ല. അതുപോലെ ചില സൂറത്തുകളിൽ ചില ആയത്തുകളിൽ പോലും നമുക്ക് ഒരേ വചനം തന്നെ, ഒരേ വാക്കു തന്നെ, ഒരേ വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ കഴിയും, ആവർത്തിച്ചു വരുന്നതായി കാണാൻ കഴിയും. അപ്പൊ ഒരു ദിവസം നമുക്ക് തോന്നും, എന്തിനായി ആവർത്തനം? വിരസമല്ലേ? വിരസത, ആവർത്തനത്തോടൊപ്പം പറയുന്ന ഒരു വാക്കാണ് വിരസത. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഒരിക്കലും ഒരു വിരസമായ ഒരു റിപ്പീറ്റേഷനും ഇല്ല. മീനിങ്ലെസ് ആയിട്ട് അർത്ഥരഹിതമായി ഒരു ആവർത്തനവും ഇല്ല. എല്ലാം വളരെ പർപ്പസ്ഫുൾ ആണ്, അർത്ഥപൂർണ്ണമാണെന്ന് മാത്രമല്ല ഖുർആന്റെ സിന്റാക്സ്, ഖുർആന്റെ താളാത്മകത, വിശുദ്ധ ഖുർആനിലെ വാക്കുകൾക്കിടയിൽ, അതിന്റെ വരികൾക്കിടയിൽ, വാക്യങ്ങൾക്കിടയിലുള്ളൊക്കെ ആ ഘടനാപരമായിട്ടുള്ള ബന്ധം, അത് എത്രത്തോളം വലിയ തമാസുഖ് എന്ന് അറബി പറയാം, വളരെ സിമെന്റഡ് ആയിട്ടുള്ള റിലേഷനാണ് ഇതുമായി തമ്മിലുള്ള ഈ ബന്ധമെന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ, അതല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ കൗതുകകരമായ ഒന്ന് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം, നമ്മൾ സോളാർ ഇയർ പ്രകാരമൊക്കെ നമ്മൾ വർഷത്തിൽ പൊതുവെ പറഞ്ഞു വരുന്ന ദിവസമാണ് 365 ദിവസമാണ്. കം അദദ് അയ്യാമിസ്സന എന്ന് ചോദിച്ചാൽ, ഒരു വർഷത്തിൽ എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ മറുപടി 365 എന്നാൽ ശ്രദ്ധേയമായ ഒരു കൊച്ചു കാര്യമുള്ളത്, അല്ലെങ്കിൽ വലിയ കാര്യമുള്ളത്, വിശുദ്ധ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ യൗം എന്ന് പറഞ്ഞാൽ ദിവസം എന്നതിന് അൽ യൗം എന്നാണ് അറബിയിൽ പറയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം അൽ യൗം. ഈ യൗം എന്ന പദം, അൽ യൗം അതല്ലെങ്കിൽ യൗം എന്ന പദം വിശുദ്ധ ഖുർആനിനകത്ത് ആവർത്തിച്ചു വന്നിരിക്കുന്ന തവണകളുടെ എണ്ണം 365. അപ്പൊ 365 ചില്ലറ അപ്പുറം ഉണ്ടെങ്കിൽ പോലും 365 ദിവസം നമ്മൾ കൊല്ലത്തിന് പറയാം. ഈ 365 ചില്ലറ മാറ്റി നിർത്തിയാൽ 365 ദിവസമാണ് ഒരു കൊല്ലത്തിലെങ്കിൽ ഈ യൗം അഥവാ ഒരു ദിവസം എന്നർത്ഥം കുറിക്കുന്ന യൗം എന്ന പദം വിശുദ്ധ ഖുർആനിൽ 365 ദിവസം ആവർത്തിച്ച് വന്നിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു കാര്യം, മാസം, ഒരു വർഷത്തിൽ എത്ര മാസമാണ്? 12 മാസം.
കുട്ടികൾക്ക് അറിയാവുന്ന ഒരു വിജ്ഞാനമാണ്, അറിയാവുന്ന ഒരു കാര്യമാണ് 12 മാസം. വിശുദ്ധ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യവും 12 എന്ന. അതുപോലെ തന്നെ പിന്നെ ഗോളശാസ്ത്രപരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്, ഒരു ചെറിയ ഒരു കാര്യമാണ്, ഒരു വിജ്ഞാനമാണ്, അല്ലെങ്കിൽ ഒരു അറിവാണ്. ഈ ചന്ദ്രനും അതുപോലെ ഭൂമിയും കൂടെ സൂര്യന് ചുറ്റും വലയം വെക്കുന്നത് 19 വർഷത്തിൽ ഒരിക്കലാണ് എന്ന്. വിശുദ്ധ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സന വർഷം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നതും ഇതുപോലെ 19 തവണകളാണ് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സംഖ്യാകൗതുകങ്ങളിൽ വളരെ രസകരമായ കൗതുകകരമായ മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ ദുനിയ അഥവാ ഭൗതിക ലോകം എന്നർത്ഥം കുറിക്കുന്ന ദുനിയ. ഈ ദുനിയ എന്ന പദം അദ്ദുനിയ ഹയാത്ത് ദുനിയ എന്നൊക്കെ പറഞ്ഞില്ല, അദ്ദുനിയ ഭൗതിക ജീവിതം, ഇഹലോകം. ഇഹലോകം എന്നർത്ഥം കുറിക്കുന്ന അദ്ദുനിയ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 115 തവണ വാരിതായി, വിശുദ്ധ ഖുർആനിൽ 115 തവണ പരാമർശ വിധേയമായതായി പറയപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. പരലോകം, പാരത്രിക ജീവിതം, ദുനിയ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആഖിറം. നമുക്കറിയാവുന്ന ദുനിയാവിന്റെ ഓപ്പോസിറ്റ് ആഖിറം തന്നെ. ഈ ദുനിയാവ് 115 വട്ടമെങ്കിൽ ആഖിറം എന്ന പദവും 115 വട്ടമാണ് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജിന്ന്, മലായിക. വിശുദ്ധ ഖുർആനിൽ മലായിക്കത്ത് എന്ന തവണ, മലായിക്കത്ത് എന്ന പദം, മലക്കൂൻ മലായിക്കത്ത് എന്ന വാക്ക് എന്ന കലിമത്ത് 88 തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നത്. ഈ മലായിക്കത്ത് മാലാഖമാർ ഗുണങ്ങളാണല്ലോ, നന്മകളാണല്ലോ. നമ്മൾ മാലാഖമാർ എന്നത് എപ്പോഴും പരിശുദ്ധിയുടെ, പവിത്രതയുടെ, പുണ്യത്തിന്റെ, നന്മയുടെ ഒക്കെ പ്രതീകങ്ങളായിട്ട് പറയാറാണ്. അതേസമയം അതിന്റെ നേരെ റെസിപ്രോക്കൽ, അതിന്റെ നേരെ വിപരീത ദശയിൽ, അല്ലെങ്കിൽ മലായിക്കത്തിന്റെ നേരെ മറുദിശയിൽ നമ്മൾ തിന്മയുടെ പര്യായങ്ങളായിട്ട് പറയാൻ എപ്പോഴും പിശാചുകളെയാണ്. നന്മയുടെ പര്യായങ്ങളെയും നന്മയുടെ വക്താക്കളെ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രതീകങ്ങളായിട്ട് മാലാഖമാരെ, മലായിക്കത്തിനെ പറ്റി പറയുമ്പോൾ ശൈത്താൻമാർ ഷർറിന്റെ ആളുകളാണ്. നന്മയിലേക്ക് മലായിക്കത്തെ വിളിക്കുമ്പോൾ തിന്മയിലേക്ക് ശൈത്താൻ വിളിക്കുന്നതാണല്ലോ. ഓരോ മനുഷ്യന്റെ അടുത്ത് 2 കരീനുണ്ട്. ഹദീസിലൊക്കെ ഉണ്ടല്ലോ, ഓരോ മനുഷ്യന്റെ കൂടെയും 2 കരീനുണ്ട്, 2 സുഹൃത്തുക്കളുണ്ട്. ഒന്നവനെ ഷർറിലേക്ക് നയിക്കുന്നതും ഒന്നവനെ ഖൈറിലേക്ക് നയിക്കുന്നതും. ഈ ഷർറിലേക്ക് നയിക്കുന്ന ഈ വിളിയാളക്കാരന് നമ്മൾ ശൈത്താൻമാരെന്നാ പറയാം. ഈ ശൈത്താൻ എന്ന പദം 88 തവണ ശൈത്താൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ പരാമർശ വിധേയമായിട്ടുണ്ട്. അതുപോലെ മലായിക്കത്ത് 88 തവണ. ഒരു 2 മിനിറ്റ് എനിക്ക് ചെറിയൊരു സാവകാശം വേണം. എന്റെ ഗേറ്റ് അടച്ചിട്ടുള്ളത് അത്യാവശ്യ കാര്യത്തിൽ തുറന്നു കൊടുക്കേണ്ടതുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. മൈക്ക് റിലീസ് ചെയ്യുന്ന ഒരു 5 മിനിറ്റിലേക്ക്. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചെത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ യാ ഉസ്താദ് മസ്നദി, ജസാക്കല്ലാഹു ഖൈറ. അപ്പൊ ഇൻഷാ അല്ലാഹ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചിരുന്ന ചില കാര്യങ്ങളുടെ തുടർച്ചകളിലേക്ക് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് വിഷയമായ വിഷയമാണ്. നമുക്കെല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഗൃഹപാഠം ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങളുമായിട്ട് മറ്റൊരിക്കൽ കുറച്ച് വിശദമായിട്ട് തന്നെ ക്ലാസിന്റെ മുമ്പിൽ വരണമെന്ന് താല്പര്യമുണ്ട്. എല്ലാവർക്കും താല്പര്യപ്പെടുന്ന ഒരു വിഷയമാണെങ്കിൽ ഇപ്പോൾ വളരെ പെട്ടെന്നൊരു ഉജാലത്ത് എന്ന് പറഞ്ഞ പോലെ വളരെ ധൃതി പിടിച്ചുകൊണ്ടുള്ള ചെറിയ ചില വിഷയങ്ങൾ മാത്രം ഓർമ്മയിൽ തങ്ങിയത് മാത്രം ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ വിശുദ്ധ റമളാൻ തീരുന്നത്, ഈ കൊല്ലത്തെ റമളാൻ തീരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അറബിയിൽ പറയുന്നത് അല്ലാഹു അഹ്യാന വഫഖന എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാബർ റയ്യാന്റെ മറ്റൊരു എപ്പിസോഡിൽ ഇതിന്റെ കുറച്ചുകൂടി വിശദാംശങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതിന്റെ മുന്നേ ഞാൻ വൈകിട്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ഇന്ന് പറയാണ്. ഇന്ന് കുറച്ചധികം അവിചാരിതമായ കുറച്ച് തിരക്കുകൾ വീട്ടിലും അതുപോലെ ബന്ധപ്പെട്ടുണ്ടായതുകൊണ്ട് സമയക്രമങ്ങളൊന്നും പാലിക്കാൻ പറ്റിയില്ല. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ ഇതിന്റെ വിശദീകരണം കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിശദമായി വിശാലമായിട്ട് തന്നെ വിഷയത്തെ നമുക്ക് സമീപിക്കാം, സംസാരിക്കാം. പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ തൽക്കാലം ഇന്ന് പറയുന്നുള്ളൂ. പിന്നെ നാളെ ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസം കൂടി ആയതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അങ്ങനെ ഒരു തടസ്സങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് മലായിക്ക, അത് ഖുർആനിൽ 68 തവണ ഒറ്റ പദം എന്ന രീതിയിൽ ഖുർആനിൽ 68 തവണ, എങ്കിൽ ഷയാത്തീൻ എന്ന പദം 68 തവണ അതുപോലെ തന്നെ.
മലായിക്കത്ത് എന്ന പദവും അതിന്റെ വ്യത്യസ്ത മുസ്തഖാത്ത് എന്ന് പറഞ്ഞാൽ അംലാക്ക്, മലക്ക്, മലായിക്കത്ത് തുടങ്ങി മലായിക്കത്ത് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായ അതിന്റെ മറ്റ് പദരൂപങ്ങൾ, അത് എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ 88. അതുപോലെ ഷയാത്തീൻ, ഷെയ്ത്വാൻ, ഷയാത്തീൻ എന്ന് തുടങ്ങിയതിന്റെ ബഹുവചനങ്ങളും അതിന്റെ മുസ്തഖാത്തുകളും അതിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ള മറ്റ് പദാരൂപങ്ങളൊക്കെ വരുമ്പോൾ അതും 88. അപ്പോ 68, 68, 88, 88 ഇതൊക്കെ ആകസ്മികമായി എന്താ പറയാ, ആകസ്മികമായി കോ ഇൻസിഡൻസിന്റെ ഭാഗമായിട്ട് അങ്ങ് ആകസ്മികമായി വന്നു എന്ന് കരുതുന്നത് മൗഢ്യമല്ലേ? അള്ളാഹുവിന്റെ വചനങ്ങളൊക്കെ വളരെ കൃത്യമായി ആകസ്മികതകൾക്കപ്പുറം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഇജാസാണ്. അള്ളാഹു മനുഷ്യരെ ചിന്തിക്കുന്ന ആളുകളെ ആ വിഷയത്തിൽ കൂടുതൽ ചിന്തിപ്പിക്കണം. അവന്റെ വാക്കുകൾ നമുക്ക് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് തോന്നുന്നു എന്താ ഇപ്പൊ ഇത് കുറെ വാക്കുകൾ അങ്ങനെ പറഞ്ഞ് ചില വാക്കുകളൊക്കെ ആവർത്തിച്ച് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അതിന് പറ്റിയ മറ്റു പലർക്കും പറഞ്ഞുകൂടായിരുന്നോ. പക്ഷേ ഈ ഒരു യജാസിന്റെ ഒരു സംഖ്യയിലുള്ള യജാസിൽ അതിഥിയുടെ കാര്യം ബോധ്യപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സംശയം പിന്നെ ബാക്കിയാവില്ല. പദങ്ങൾ ആവർത്തിക്കപ്പെട്ടതിലോ ചില പദങ്ങൾ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് പ്രയോഗിക്കപ്പെട്ടതിലുള്ള ആ സൂക്ഷ്മത, അതിലെ കണിശത, അത് എത്രത്തോളം അർത്ഥപൂർണമാണ് എന്ന് നമുക്ക് കൂടെ ബോധ്യപ്പെടും. ഈ ഖുർആനുമായി ഓരോ അടുത്ത് ഇടപഴകുന്ന ചെറിയ ഓരോ മാലൂമത്തും ഓരോ ചെറിയ വിജ്ഞാന ശകലവും ഖുർആനെ പറ്റി നമുക്കുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ആ എന്താ പറയാ മഹത്വവും അള്ളാഹുവിന്റെ കലാമിന്റെ ഇജാസും നമുക്ക് കൂടുതൽ ബോധ്യപ്പെടാനും അതുവഴി ഈമാനും തഖ്വയും ഒക്കെ നമുക്ക് വർദ്ധിക്കാനും ഇൻഷാ അല്ലാഹ് ഇതൊരു സബബായി തീരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രത്യാശ. അതുപോലെ കലിമത്തുൽ ഈമാൻ, ഈമാൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 17 തവണയാണ് ആവർത്തിച്ച് ഈമാൻ എന്ന പദം 17 തവണയാണ് വരുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഈമാന്റെ വേറെ വിപരീത പദം എന്താ? നമുക്കെല്ലാവർക്കും ഒരു ഈമാൻ കുഫ്റാണ് അല്ല, ഈമാന്റെ വേറെ ഓപ്പോസിറ്റ് പ്രതിവശത്തിരിക്കുന്നത് കുഫ്റാണ്. ഈമാൻ എന്ന തവണ 17 തവണ ആവർത്തിക്കുമ്പോൾ ഈമാൻ എന്ന പദം കലിമത്ത് 17 തവണ വിശുദ്ധ ഖുർആനിൽ വന്നെങ്കിൽ അതിന്റെ വിപരീത പദമായ അൽ കുഫർ എന്ന പദവും 17 തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്ന് എന്നത് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യമല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം ബൈനൽ അബ്ദി ബൈനൽ കുഫ്രി തർക്കുസ്സല, ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പം നിൽക്കുന്ന ഓരം ചാരുന്ന മറ്റൊരു വിഷയമാണ് ബൈനൽ അബ്ദി ബൈനൽ കുഫ്രി തർക്കുസ്സല. ഒരു മുഅ്മിനായ മനുഷ്യന്റെയും ഒരു കാഫിറായ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്, നിസ്കാരം ഒഴിവാക്കലാണ് എന്ന രീതിയിലുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാലോ 17 റക്അത്തുകളാണ് അല്ലെ, 5 വക്തുകളായി ഫർളായ നിസ്കാരം 17 റക്അത്തുകളിലൂടെ, ഫർളായ നിസ്കാരങ്ങൾ 5 വക്തുകളിലൂടെ 17 റക്അത്തുകളിലായി നമ്മൾ നിർവഹിക്കുകയാണ്. ബൈനൽ അബ്ദി ബൈനൽ കുഫ്രി തർക്കുസ്സല എന്ന ഈ ഹദീസുമായി ഇവിടെയും നമുക്ക് ബന്ധപ്പെടുത്തുമ്പോൾ അവിടെയും നമുക്ക് കൗതുകകരമായിട്ടുള്ള ഒരു അറിവ് കാണാൻ കഴിയും. അതുപോലെ ഈമാൻ, ഈമാനൻ, ഈമാൻ, ഈമാനൻ ഇത് രണ്ടും കൂടി ചേർത്ത് അൽ ഈമാൻ എന്നിപ്പോ ജാദഹും ഈമാന എന്നൊക്കെ പറയുന്നില്ലേ, അത് രണ്ടും കൂടെ ചേർത്ത് നോക്കുമ്പോൾ 25 കലിമത്തുകളാണ് രണ്ടും കൂടെ മജ്മൂ അതായത് കലിമാത്ത് അൽ ഈമാൻ ഈമാനൻ 25 തവണയാണ്. എന്നാൽ അതുപോലെ തന്നെ അൽ കുഫർ കുഫ്റാൻ, ജാദഹും കുഫ്റാൻ, ഇസ്ദാദു കുഫ്റാൻ, അൽ കുഫർ എന്നതൊന്നും കുഫ്റാൻ എന്ന് രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ അതും 25. നേരത്തെ നമ്മൾ പറഞ്ഞത് ഈമാൻ എന്ന് മാത്രം, ഈമാൻ അൽ ഈമാൻ അത് 17 തവണ, അപ്പൊ അൽ കുഫർ അതും 17 തവണ. അൽ ഈമാൻ അതുപോലെ ഈമാനൻ രണ്ടും കൂടി ചേർത്ത് അതിന് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 25 തവണയാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പറയും അൽ കുഫർ കുഫ്റാൻ രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ അതും ഇതുപോലെ 25 തവണ. ഇതും ഒരിക്കലും തന്നെ ആകസ്മികമല്ലല്ലോ, അള്ളാഹുവിന്റെ കലാമിന്റെ ഏജാസ് തന്നെയല്ലേ. അതുപോലെ മറ്റൊരു കൊച്ചു കൗതുകം അല്ലെങ്കിൽ വലിയ കൗതുകം തന്നെ, കൊച്ചൊന്നും നമുക്ക് ഒന്നിനെ പറ്റിയും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഖുർആനകത്ത് നമുക്കറിയാം, ഖുർആനിന്റെ ചരിത്രവും വരും പരിശോധിച്ച് നോക്കുമ്പോൾ ജൂത സമുദായത്തെ അല്ലാഹു തആല ഖിറദത്തും ഖനാസീറുമാക്കി വേർതിരിച്ചത്, അവരെ രൂപാന്തരപ്പെടുത്തിയത് യഹൂദികളെ അല്ലാഹു തആല ഖിറദത്തും ഖനാസീറുമായി എന്ന് പറഞ്ഞാല് കുരങ്ങുകളും പന്നികളുമായിട്ട് അവരെ അല്ലാഹു തആല രൂപാന്തരപ്പെടുത്തി. അവരുടെ ചില എന്താ പറയാ ചില ധിക്കാരങ്ങൾ, ചില പാപങ്ങൾ, വലിയ കൊടിയ പാപങ്ങൾ, ചില ധിക്കാരങ്ങൾ അവർ ചെയ്തപ്പോൾ അവരെ അല്ലാഹു തആല ഖിറദത്തും ഖനാസീറുമാക്കി വേർതിരിച്ചു. ഈ ഖിറദത്ത് എന്ന പദം അഥവാ കുരങ്ങുള്ള അർത്ഥമുള്ള ഖിറദത്ത് എന്ന വാക്ക് അല്ലാഹു തആല ഖുർആനിൽ 3 തവണ പ്രയോഗിച്ചിരിക്കുന്നത്. ഖനാസീർ, ഖിൻസീറിന്റെ പ്ലൂറലായ ഖനാസീർ പന്നികൾ എന്ന ഈ ഒരു കലിമത്ത് അല്ലാഹു തആല 5 തവണ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചു കാണുന്നു. അപ്പൊ ഈ 5ഉം 8ഉം ഖിറദത്ത് 5ഉം 3ഉം ഖിറദത്ത് 3 തവണയും ഖനാസീർ 5 തവണയും ചേർത്ത് 8 തവണ ഖിറദത്തും ഖനാസീറും പ്രയോഗിച്ചിരിക്കുന്നു. ഈ യഹൂദ് എന്ന പദവും അല്ലാഹു തആല ഖുർആനിനകത്ത് അൽ യഹൂദ് ജൂതന്മാർ എന്ന അർത്ഥത്തിലുള്ള ജ്യൂസ് എന്ന അർത്ഥം കുറിക്കുന്ന അൽ യഹൂദ്, ജ്യൂസ് എന്ന് നമ്മൾ കുറിക്കുന്ന ജ്യൂസ് അല്ല, JEWS ജ്യൂസ്, ഈ ജ്യൂസ് എന്ന അർത്ഥം കുറിക്കുന്ന അൽ യഹൂദ് എന്ന പദം അല്ലാഹു തആല 8 തവണ. പൊതുവെ നമ്മളെ ഹറമുകളിലും മറ്റും
ഇപ്പൊ ക്ലിയറല്ല, മൈക്ക് ഊരി പോയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ഇൻഷാ അല്ലാഹ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ ഒരു നാരോ ലൈനിൽ അങ്ങനെ നൂൽപ്പാലത്തിലൂടെ അങ്ങനെ പോവാണ് എന്റെ ഈ പിന്നെ എന്താ പറയാ ഈ നെറ്റ് ബന്ധങ്ങൾ. അപ്പൊ ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽ ഖിറദ വൽ ഖനാസീർ, അൽ ഖിറദ 3 തവണയും ഖനാസീർ 5 തവണയും ചേർത്ത് 8 തവണ. അൽ യഹൂദ് എന്ന പദപ്രയോഗം ജൂതന്മാരെ കുറിച്ച് വന്നതും ഇതുപോലെ തന്നെ 8 തവണയായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം, അർ റജുൽ, പുരുഷൻ എന്ന അർത്ഥത്തിലുള്ള, മെയിൽ എന്ന അർത്ഥത്തിലുള്ള അർ റജുൽ വിശുദ്ധ ഖുർആനിൽ 24 തവണയാണ് വന്നിരിക്കുന്നത്. അർ റജുൽ എന്ന് പറയുമ്പോൾ, പുരുഷൻ എന്ന് പറയുമ്പോൾ നേരെ വിപരീത ഭാഗത്ത്, വിപരീതം എന്ന എതിർലിംഗം, പുല്ലിംഗത്തിന് എതിർലിംഗം സ്ത്രീലിംഗമാണ്. മാൻ എന്നത് വുമൻ എന്നാണ്, മെയിൽ എന്നത് ഫീമെയിൽ എന്നാണ്. അറബിയിൽ അൽ റജുൽ എന്നുള്ളതിന്റെ നേരെ അൽ മർഅ എന്നാണ്. അർ റജുൽ വിശുദ്ധ ഖുർആനിൽ 24 തവണ ആവർത്തിക്കപ്പെട്ടെങ്കിൽ അൽ മർഅ എന്ന പദവും വിശുദ്ധ ഖുർആനിൽ 24 തവണയാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ സ്ത്രീ പുരുഷ സമത്വത്തിന് ഒരുപാട് ഷർത്തുകളും അഹ്കാമുകളും അതിന്റെ വിശദാംശങ്ങളും വേറെ പറയാനുണ്ട് അവിടെ. എന്നാലും ഖുർആൻ അകത്ത് അല്ലാഹു പറയുന്നുണ്ടല്ലോ, പിന്നെ മുഅ്മിനാവട്ടെ മുഅ്മിനത്താവട്ടെ ഖൈറ് ചെയ്താൽ അല്ലാഹു തആല അവരെ സ്വീകരിക്കും. ഒരുപാട് അർത്ഥങ്ങളിൽ ആണിനും പെണ്ണിനും സമത്വം ഖുർആൻ സമർപ്പിക്കുന്നുണ്ട്, അല്ലെ? ആണുങ്ങളും പെണ്ണുങ്ങളും. എന്നാൽ പല വിഷയങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിന്റേതായ ന്യായങ്ങളും കാരണങ്ങളും വേറെ ഉണ്ട് താനും. ഏതായാലും നമ്മൾ ഏജാസ് അതിഥി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയല്ല. അർ റജുൽ 24 തവണ, അൽ മർഅ 24 തവണ. അതുപോലെ തന്നെ അഹ് ഉഖ്ത് 4 തവണ, അഹ് ഉഖ്ത് 4 തവണ. അമ്മ ഖാല് 5. കഹൽ സബിയ്, കഹൽ എന്ന് പറഞ്ഞാൽ പിന്നെ സബിയ് കുട്ടിയാണ്. കഹൽ അതിന്റെ മൂർത്തഭാവമാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് മൂത്തിട്ടുള്ള ഒരു മധ്യവയസ്സ് എന്നൊക്കെ പറയുന്നു. ഷെയ്ഖ് വളരെ ചെറുതാണ്, വളരെ പ്രായമുള്ള ആളാണ് ഷെയ്ഖ്, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന. അതിന്റെ ഓപ്പോസിറ്റായ തിഫില്, ഇതേ പദങ്ങളെ ഞാൻ പറയുന്നത്. ഷെയ്ഖ് തിഫില് 4. കഹൽ സബിയ് 2. അമ്മ ഖാല് 5. അഹ് ഉഖ്ത് 4. റജുൽ ഇമ്ര 24. അപ്പൊ നമ്മൾ ഇതിനിടയിലുള്ള കണ്ടില്ല, ഇതിന്റെ ആ താളാത്മകത, പദങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ എണ്ണത്തിൽ വരെയുള്ള ആ സൂക്ഷ്മത, ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു സംഖ്യാ കൗതുകം, ഖുർആനിലെ ഒരു ഇജാസ് ആദദി കൗതുകം എന്നതിലപ്പുറം ഒരു ഇജാസ് ആദദി തന്നെയാണ്. മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. അഷ്ഷജർ, വിശുദ്ധ ഖുർആനിൽ ഷജർ എന്ന് പറഞ്ഞാൽ മരം എന്നർത്ഥമുള്ള കലിമത്തുൽ നബാത്ത്, അഷ്ഷജർ ഖുർആനിൽ 26 വട്ടം ആവർത്തിക്കപ്പെട്ടെങ്കിൽ അൽ നബാത്ത് അതും ഇതുപോലെ തന്നെ 26 വട്ടം ആവർത്തിക്കപ്പെട്ട് കാണാൻ കഴിയും. അൽ ഹർഫ്, അൽ സിറാ, ഹറഫ് എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയാണ്. ഹാരിസ് കർഷകൻ, ഹർഫ് ഉഴുത്, ഹറഫ എന്നൊക്കെ പറഞ്ഞാൽ മണ്ണ് ഉഴുത്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സിറാ ഇത് രണ്ടും 14 തവണ വീതമാണ്. അതുപോലെ അതിന്റെ ഫലമായി ഉണ്ടാകുന്നത് എന്താ? ഫാക്കിഹത്താണ്. ഹർഫിന്റെയും സിറാത്തിന്റെയും ഒക്കെ ഫലമായിട്ട് നമുക്ക് പഴങ്ങൾ ഉണ്ടാവുമല്ലോ, അതും 14 തവണയാണ് ആവർത്തിക്കപ്പെട്ട് കാണുന്നത്. വിശുദ്ധ ഖുർആനിൽ അത്വയ്യിബ്, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള, നന്മയുള്ള, അല്ല ത്വയ്യിബ് വൽ ഖബീസ് എന്ന് പറയുന്നില്ലേ, ത്വയ്യിബ് ഗുണമുള്ളത്, നന്മ നിറഞ്ഞത്. ത്വയ്യിബ് എന്ന് 7 തവണ. അതിന്റെ വേറെ വിപരീതപരമായ ഖബീസ് എന്നതും 7 തവണ. ത്വയ്യിബിന്റെ വേറെ ഓപ്പോസിറ്റാണ് ഖബീസ്. അതുപോലെ നമുക്കറിയാം ഉഷ്ണകാലത്തിന് നമ്മൾ ഇതിപ്പോ നമുക്ക് അയ്യാമ സൈഫാണ്, ഉഷ്ണകാലമാണ്. മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത് ഉഷ്ണകാലമാണ്. നാട്ടിൽ മൺസൂണാണ്, മഴക്കാലമാണ് കേരളത്തിൽ. പക്ഷെ നമ്മുടെ യുഎഇയിലും സൗദി അറേബ്യയിലും ഒക്കെ ഇപ്പോൾ സൈഫാണ് ഇവിടുത്തെ കാലഘട്ടം. മുത്തലത്തു സൈഫിലാണ് ഇപ്പോൾ മദ്രസകളിലൊക്കെ, വേനൽ അവധിയിലാണ്, സമ്മർ വെക്കേഷനിലാണ്. സൈഫ് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ സൂറത്ത് ഖുറൈശിലൊക്കെ ലീലാത്ത് ഖുറൈശിൻ ലീലാത്തുഹും റിഹ്ലത ശിതാഇ വസ്സൈഫ്, ശിതാഉം സൈഫും. ശിതാ ശൈത്യകാലം, സൈഫ് ഉഷ്ണകാലം, വിന്റർ ആൻഡ് സമ്മർ. ശിതാ വിശുദ്ധ ഖുർആനിൽ 1 തവണ. ഷിതാ എന്ന പദം വിശുദ്ധ ഖുർആനിൽ നമ്മളെ സൂറത്ത് ഖുറൈശിൽ ഇപ്പോൾ ഓതിയ ആയത്തിൽ തന്നെ പറയുന്ന പോലെ ഷിതാ 1 തവണ. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റായ സൈഫ് വിശുദ്ധ ഖുർആനിൽ 1 തവണ. അതുപോലെ ഹർറ്, ചൂട് എന്നർത്ഥമുള്ള ഹർറ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ 4 തവണ. അതിന് നേരെ ഓപ്പോസിറ്റായ അൽ ബർദ് വിശുദ്ധ ഖുർആനിൽ 4 തവണ. അപ്പൊ സൈഫ്, ഷിതാ ഓരോന്ന് വീതം, ഹർറ്, ബർദ് 4 വീതം, 4. അതുപോലെ ഹർബ്, യുദ്ധം, ഹർബ് എന്നർത്ഥം. വലാത്തിൽ ഹർബ് ഔസാറഹ എന്നൊക്കെ പറയുന്ന വാർ അർത്ഥം, യുദ്ധം എന്നർത്ഥമുള്ള ഹർബ് 6 തവണ ഖുർആനിൽ വന്നിരിക്കുന്നു. യുദ്ധങ്ങളിൽ ബന്ദികളായി പിടിക്കുക, യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് പഴയ ഭാഷയിൽ ചെലവഴിക്കുക എന്നൊക്കെ പറയും, ബന്ദികളായി പിടിക്കുക. അതും വിശുദ്ധ ഖുർആനിൽ 6 തവണ. മഗ്നം, മഗ്റം എന്ന് പറഞ്ഞാൽ ഗനീമത്തുകൾ ഒക്കെ കിട്ടുന്ന എന്നർത്ഥമുള്ള ആ ഒരു സമൃദ്ധിയുടെ ഒരു സൂചകമാണ് മഗ്നം, 6 തവണ. അതിന് നേരെ ഓപ്പോസിറ്റാണ് മഗ്റം, കടം, ബാധ്യതകൾ, വിഷമമുള്ളത്, അതും വിശുദ്ധ ഖുർആനിൽ 6 തവണ. മഗ്നം, മഗ്റം പദങ്ങളിലുള്ള ഈ സാമ്യം പോലെ
കേൾക്കാനുള്ള സൗണ്ടിങ്ങിലുള്ള ഈ സാമ്യത പോലെ തന്നെയാണ് അർത്ഥത്തിലുമുള്ള ആ സാമ്യത. അതിന്റെ ആ വാക്കുകളുടെ എണ്ണം വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടതിന്റെ അതിന്റെ ഫ്രീക്വൻസിയുടെ എണ്ണവും 6. ഇങ്ങനെ ഇതൊരു ബഹറാണ്, ഒരു വലിയ സമുദ്രമാണ്. എത്രയോ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ അൽ യമീൻ അഷിമാൽ എന്ന ചർച്ചയാണ് മറ്റൊരു ശ്രദ്ധേയമായ ഒരു ഖുർആനിലെ എന്താ പറയാ ഇജാസ് തെളിയിക്കുന്ന മറ്റൊരു ഒരു ഭാഗം. സൂറത്തുൽ വാഖിഅയിൽ നമുക്കറിയാം അസ്ഹാബുൽ യമീനിനെയും അസ്ഹാബുൽ ഷിമാലിനെയും അള്ളാഹു പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ആയത്ത് തൊട്ട് 40-ാമത്തെ ആയത്ത് വരെ അസ്ഹാബുൽ യമീനിനെ പറ്റിയുള്ള ചർച്ചയാണ്. أصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. 27 തൊട്ട് 40 വരെയുള്ള ആയത്തുകളാണ് സൂറത്തുൽ വാഖിഅയിലെ ഈ അസ്ഹാബുൽ യമീൻ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അസ്ഹാബുൽ ഷിമാലിനെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അസ്ഹാബുൽ ഷിമാൽ وأصحاب الشمال ما أصحاب الشمال في سموم حميم في ظل من يحموم في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون إذا متنا وكنا ترابا وعظاما إنا لمبعوثون أو آباؤنا الأولون. 48 വരെയുള്ള ആയത്തുകളുള്ളത്. 49-ാമത്തെ ആയത്തിലെത്തുന്നതോടുകൂടി പിന്നെ വിഷയം മാറുകയാണ്. ഓരോ മുഖ്തലിഫായ മറ്റൊരു വിഷയത്തിലേക്ക് പോവാണ്. ഇവിടെ 27 തൊട്ട് 40 വരെയുള്ള ഈ ആയത്തുകളിൽ 37 വാക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക. 27 തൊട്ട് 40 വരെയുള്ള ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറയുന്ന ആയത്തുകളിലുള്ള വാക്കുകൾ കെലിമത്തുകൾ 37 തവണ. അതുപോലെ തന്നെ 41 തൊട്ട് 48 വരെയുള്ള അപ്പുറമുള്ള അസ്ഹാബുൽ ഷിമാലിനെ കുറിച്ച് പറയുന്ന ആ വാക്കുകൾ അതും നമുക്കവിടെ അതേപോലെ തന്നെ 37 കെലിമത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ കെലിമത്തുൽ യമീൻ, കെലിമത്തുൽ ഷിമാൽ. ഈ കെലിമത്തുൽ യമീൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിന്റെയും അൽ യമീൻ എന്ന വാക്കിന്റെയും അഷിമാൽ എന്ന് പറഞ്ഞ വാക്കിന്റെയും ഇടയിൽ 36 കെലിമത്തുകളുണ്ട്. അൽ യമീൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 24 തവണ, അൽ ഷിമാൽ എന്നത് 12 തവണ, രണ്ടും കൂടെ ചേർത്തിട്ട് 36 തവണ. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഈ വാക്കുകളുടെ ആ സംഖ്യയും രണ്ടിന്റെയും കൂട്ടൽ ടോട്ടൽ ഉള്ള അതിന്റെ മൊത്തം അതിന്റെ മൂല്യവും 36 തവണ. കുറച്ച് സമയമെടുത്ത് ഓരോന്നും എടുത്ത് അവഗ്രഹിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. യമീൻ, ഷിമാൽ ഈ ആയത്തുകളിലും അല്ലാഹു തആല വാക്കുകൾ എത്ര സൂക്ഷ്മമായിട്ട് എത്ര കൃത്യമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്നാണ് അൽ ആമ വൽ ബസീർ. അൽ ആമ വൽ ബസീർ. അൽ ആമ എന്ന് പറഞ്ഞാൽ അന്ധൻ, കാഴ്ച കാണാത്തവൻ, കുരുടൻ. ബസീർ, കാഴ്ചയുള്ളവൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അൽ ആമ എന്നത് 8 തവണയാണ് പറഞ്ഞിരിക്കുന്നത്. 8 തവണ. അപ്പൊ ബസീർ എന്നതോ കാഴ്ചയുള്ളവൻ എന്ന അർത്ഥമുള്ള അതും ഒറ്റടിക്ക് നമ്മൾ പറഞ്ഞു പോകും, അത് 8 തവണ എന്ന് പറഞ്ഞു പോകും. എന്നാൽ അവിടെയാണ് പ്രശ്നം, അതല്ല, ശരിയല്ല. ആമ എന്ന് 8 തവണ വന്നെങ്കിൽ ബസീർ 9 തവണയാണ്. അതെന്താ? ബാക്കിയുള്ളവർക്ക് നമ്മൾ ഒരുപാട് റജുൽ, ഇമ്ര, അല്ലെ ഹർറ്, ബർദ്, ഷിതായു, സൈഫ് അതൊക്കെ ഒരേപോലെ ഇതെത്രയാണോ അത്ര തന്നെ അത് എന്നാ കണ്ടത്. എന്നാൽ ഖുർആനിൽ അല്ലാഹു തആല ആമ എന്നത് 8 തവണയും ബസീർ എന്നത് 9 തവണയും, ഒരു തവണ ഏറെയാണ്. അതെന്തുകൊണ്ടാ? അത് രസകരമാണ്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ഖുൽ ഹൽ യസ്തവിൽ അഅമ വൽ ബസീർ. ആമയും ബസീറും തുല്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അന്ധനും കണ്ണ് കാണുന്നവനും കണ്ണ് വട്ടനും കണ്ണ് കാണുന്നവനും തുല്യമാണോ? കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും തുല്യമാണോ എന്ന് പറഞ്ഞാൽ തുല്യമല്ല. അവിടെ വേറെ അർത്ഥത്തിലാണ് പറയുന്നതെങ്കിലും ആ പറഞ്ഞ അവിടെ തുല്യമല്ല എന്ന തത്വം, എന്ന സിദ്ധാന്തം അതിന്റെ വാക്കുകൾക്കിടയിലുള്ള ഇവിടെ പോലും ബാധകമാണ് എന്നർത്ഥം. സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. ആ ആയത്തിനകത്ത് സൂറത്തുർ റാദിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ആരാണ് ആകാശങ്ങളെ പടച്ചവൻ, ആരാണ് ഭൂമിയെ പടച്ചവൻ? നബി അങ്ങ് പറയുക അല്ലാഹുവാണ്. ആ അല്ലാഹുവെ കൂടാതെ നിങ്ങൾ ആരെയാണ് പിന്നെ ദൈവങ്ങളാക്കി അല്ലെങ്കിൽ രക്ഷകർത്താക്കളാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, അന്ധന്മാരും അഥവാ ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരും അതുവഴി ഈമാനിൽ എത്തുന്നവരും
അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്തവരും എന്ന് പറഞ്ഞാൽ ഈമാനിൽ വരാത്ത ആളുകളും അവരാണല്ലോ അവരുടെ അന്ധന്മാർ. അപ്പൊ കാഴ്ചശക്തി ഉള്ളവരും കാഴ്ചശക്തി ഇല്ലാത്തവരും, കണ്ണുകൊണ്ട് കാണേണ്ടത് കണ്ടുകൊണ്ട് കാണേണ്ടവരെ കാണേണ്ടതുപോലെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും അത് കാണാതെ പോയി അന്ധരാകുന്നവരും തുല്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് തുല്യമല്ല. ആമയും ബസീറും തുല്യരല്ല. ആശയപരമായിട്ട് രണ്ടാണ്. അതുപോലെ തന്നെ ഖുർആനകത്ത് അതുകൊണ്ട് തന്നെ ആമയും ബസീറും തുല്യമായിട്ട് അല്ലാഹു തആല ആ വാക്കുകളുടെ എണ്ണത്തിൽ പോലും ആ തുല്യത പാലിക്കുന്നില്ല. ആ കാരണം പാലിക്കാതിരിക്കലാണ് അവിടെ കവിത, അവിടെ ഭംഗി. ആമ എന്നത് 8 തവണയും ബസീർ എന്നത് 9 തവണയും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രയോഗിച്ചിരിക്കുന്നു. ഒന്ന് ഏറെയാണ് ബസീറും. ബസീർ ഒരൽപ്പം കൂടുതലാണ്, ആമയേക്കാൾ മേലെയാണ് ബസീർ എന്ന ഒരാശയം കൂടി അവിടെ കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് ഒരുപാട് വാക്കുകൾക്കിടയിൽ അങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങൾ, ഒരുപാട് തത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു ചർച്ച വേറെയുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് ഇന്ന് ഈ ഒരു ചെറിയ വിഷയത്തിന്റെ ചെറിയൊരു ആമുഖ മുഖവുര എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് സമർപ്പിക്കാൻ സമയം അനുവദിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് സമയം സൗകര്യങ്ങളൊക്കെ അനുവദിക്കുന്ന പക്ഷം നമ്മുടെ അഡ്മിൻസുമായി ബന്ധപ്പെട്ട് ബാക്കി ഒഴിവുള്ള ഒരു സമയവും സന്ദർഭവും നോക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ബാബുർ റയ്യാന്റെ മറ്റൊരു എപ്പിസോഡിൽ ഈ ചർച്ചയുടെ തുടർഭാഗം വിശുദ്ധ ഖുർആനിലെ സംഖ്യാ കൗതുകം അല്ലെ ഇജാസുൽ അദദി ഫിൽ ഖുർആൻ അല്ലെങ്കിൽ സംഖ്യാപരമായിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആമാനുഷികത കാണിക്കുന്ന ഈ ഒരു ചർച്ച ഇൻഷാ അല്ലാഹ് സമയ സൗകര്യങ്ങൾ അനുവദിക്കുന്ന പക്ഷം, ക്ലാസുകൾ ഒഴിവൊക്കെ ഉണ്ടാകുന്ന പക്ഷം അഡ്മിൻസിനോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മറ്റൊരു ലക്കത്തിൽ ഇതിന്റെ കാര്യങ്ങൾ ബാക്കി ചർച്ച ചെയ്യാം. ഇപ്പൊ തൽക്കാലം ചുരുക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. എന്നെ ശ്രവിച്ച അതുപോലെ വിശുദ്ധ ഖുർആനിലെ പരിശുദ്ധമായ റമളാനിലെ അനുഗ്രഹീതമായ രാവുകളിൽ ബാബുർ റയ്യാനിൽ വിരുന്നൊരുക്കുന്ന അതിൽ സജീവമായി പങ്കെടുക്കുന്ന അതിന്റെ എല്ലാ സംഘാടകർക്കും ബഹുമാന്യരായ നമ്മുടെ നേതൃത്വരായ നേതൃസ്ഥാനീയരായ ഇതിന്റെ അഡ്മിൻസിനുമൊക്കെ ഒരുപാട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ. ബഹുമാനപ്പെട്ട അലവി, ചെറിയ തിരക്ക് വന്നു, കസ്റ്റമർ ആണ് മൈക്ക് എടുക്കാൻ വൈകിയത്. ഏതായാലും വളരെ കൗതുകരമായ ഖുർആനിലെ കണക്കുകളെ പറ്റി ഉസ്താദ് ഇവിടെ അവതരിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. ഉസ്താദിന് പ്രത്യേകം ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ 1-2 ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏതായാലും റൌഫ് സാഹിബ് കൈപ്പൊക്കിയിട്ടുണ്ട്. ബിസ്മില്ലാഹ് ഉസ്താദ് കൂടെ ഉണ്ടല്ലേ? എന്തായാലും മൈക്ക് ചേരാത്ത ഞാൻ റൌഫ് സാഹിബിനുണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമോ? ഓക്കെ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്റെ മൈക്കൊക്കെ ഒരുപാട് സമയം